കൂട്ടുകാരെ നമസ്കാരം. രോമാഞ്ച കുഞ്ചകത്താൽ ഞാനൊന്ന് പൊങ്ങിച്ചടിക്കും. ഉടനെ അവൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ബിച്ചു നീ എന്നെ ഉപേക്ഷിക്കരുത്, ഞാനാണ് ഡയാന രാജകുമാരി എന്ന്. മുളകും പൊട്ടിച്ചതുണ്ട്, എപ്പോഴും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണം. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കണം. വീടിൻ്റെ പുറമ്പോക്കുകളിൽ അല്ലാതെ ആരും ഉപേക്ഷിക്കപ്പെട്ട ചില പണികളുണ്ടല്ലോ. ഈ 2 സിനിമ അതേ കിടക്കില്ല, ഒരു സിനിമയിലേക്ക് എന്നെ അതിനകത്ത് റോള്. പക്ഷേ എനിക്കന്ന് ഈ കൈക്കയുടെ പ്രശ്നം പിന്നെ ഉണ്ടായിട്ട് പിന്നെ പോകാനായിട്ട് പറ്റിയില്ല. അല്ലെ എന്നെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും സ്കൂളിൽ നിന്ന് പോലും വിലക്കുകളുണ്ടായിരുന്നു. കാരണം ഇത്രയും പിള്ളേർ പഠിക്കുന്ന സ്കൂളാണ്. ആ സ്വപ്നങ്ങളുടെ പിറകെ പോവാത്തതിലൊരു വിഷമം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഞാൻ എൻ്റെ ഉള്ളിൽ താലോലിച്ചുകൊണ്ടിരുന്ന ഈ ഒരു കലാഭവൻ എന്നുള്ള ആ സംഭവം ഞാൻ അവിടെ ഉപേക്ഷിച്ചു. അല്ല, ചില സമയങ്ങളിൽ നമ്മൾ ഏകാന്തിരുന്ന് കരയാറുണ്ട്. ഈ കാർച്ചവരുണ്ട് സ്ത്രീകളുടെ വാർഡിൽ നിന്ന് ഞാൻ ഓടി ചെന്നപ്പോണ്ടല്ലോ, ഈ ക്യാൻസർ രോഗികളുടെ മരണം നടക്കുന്നത് കൂടുതലും രാത്രി 11-ന് 1 മണിക്ക് ഇടയ്ക്കാം. അയ്യോ, അങ്ങനെ ഞങ്ങള് അകത്തേക്ക് കയറി കേട്ടോ. ശരിക്കും എൻ്റെ അഹങ്കാരമാണ്. ചേട്ടൻ ആദ്യമേ പറഞ്ഞതാണ് നമുക്ക് അകത്തിരിക്കാന്നുള്ളത്. ഞാൻ ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടപ്പോൾ നമുക്കൊന്ന് പുറത്തിരിക്കാന്ന് പറഞ്ഞിരുന്നത്. മഴ ഞങ്ങളെ ഓടിച്ച് അകത്ത് കയറ്റി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കണ്ടിന്യൂ ചെയ്യാം. ചേട്ടന്റെ അഭിനയത്തിനെ പറ്റിയിട്ടായിരുന്നു തോന്നുന്നല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ചേട്ടനെ ഞങ്ങൾ ആക്ച്വലി വിളിക്കുമ്പോ ഇവിടെ നാടകത്തിന്റെ എന്തൊക്കെയോ പ്രാക്ടീസസ് ഒക്കെ കഴിഞ്ഞില്ലേ, രാത്രിയൊക്കെ നാടകത്തിന്റെ പ്രാക്ടീസ് ആണെന്നൊക്കെ അറിഞ്ഞായിരുന്നു. എന്തായിരുന്നു സംഭവം? ഇവിടെ ഒരു തിരുനാളോടനുബന്ധിച്ച് വലിയൊരു നാടകം നടക്കുന്നുണ്ട്. ആ നാടകത്തിൽ ഒരു പ്രധാനപ്പെട്ട റോള് ഞാനാണ് അഭിനയിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു റിഹേഴ്സൽ ക്യാമ്പിലായിരുന്നു. തന്നെ അല്ല, ഇപ്പൊ കലോത്സവങ്ങൾ നടക്കുകയാണല്ലോ. എൻ്റെ സ്കൂളിലെ തന്നെ 2 നാടകവും ഞാൻ തന്നെയാണ് രചനയും സംവിധാനവും. പിന്നെ പിള്ളേരെ മോണായിട്ട് മിമിക്രി. ഇപ്പം സാധാരണ പുറത്തുനിന്ന് വിളിക്കണമെങ്കിൽ ഒത്തിരി തുക മുടക്കണം, മറ്റു സ്കൂളുകാർക്കൊക്കെ ആണെങ്കിലും. പക്ഷെ എനിക്ക് എൻ്റെ സ്കൂളിലെ 1 രൂപ പോലും മുടക്കില്ല. ഞാൻ തന്നെ പഠിപ്പിക്കുന്നു, ഞാൻ തന്നെ സമ്മാനങ്ങൾ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു. ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കലോത്സവ വേദികളിൽ കൂടിയായിരുന്നു. അപ്പം അതുകൊണ്ടാണ് നാടകത്തിൻ്റെ ആ തിരക്കുകളിലൊക്കെ ആയിരുന്നു. എല്ലായിടത്തും സന്തോഷം കണ്ടെത്തുക. ഓക്കെ, ആൽബക്കുഞ്ഞിന് അഭിനയവും ഇതൊന്നും താല്പര്യമില്ല? ഇല്ല ഇല്ല ഇല്ല. എന്താ ഇഷ്ടം? എനിക്ക് കളി, ഫുട്ബോള്, സ്പോർട്സ് ആണല്ലേ താല്പര്യം? അല്ല, പക്ഷെ ഇവിടെ ഭയങ്കര സിനിമ ഡയലോഗൊക്കെ ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കണല്ലോ. മെസ്സിക്ക് വേണ്ടി എന്തും ചെയ്യും. മെസ്സിക്ക് ഒരു പഞ്ച് കിട്ടാൻ. ആ ഡയലോഗ് എന്ന് പറഞ്ഞേ. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനെ കളിയാക്കുന്നതാണ്. ഇന്ത്യയുടെ അഭിമാനം ലയണൽ മെസ്സി. മെസ്സിയുടെ കട്ട ഫാനാണ് ഞാൻ. ഞങ്ങൾ ക്ലാസ്സിലെ ഫുൾ മെസ്സി ഫാൻസ് ആണ്. റൊണാൾഡോ ഒന്നും കൊള്ളത്തില്ല, എന്നാലും മെസ്സി തന്നെയാണ് പൊളി. റൊണാൾഡോ കൊള്ളത്തില്ലെന്നാണോ? എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് മെസ്സിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓക്കെ, അപ്പം ക്ലാസ്സിൽ ഇപ്പം ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ട് പിന്നീട് ഒരു തവണ ചെല്ലുമല്ലോ. ഇപ്പം എല്ലാരും അച്ഛൻ വീഡിയോ ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിന് മുമ്പേ? പറഞ്ഞിട്ടുണ്ട്, അടിപൊളിയാണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കട്ട ഫാൻസ് ആണ്. ആർക്കും നെഗറ്റീവ് ഒന്നുമില്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം അച്ഛന്റെ കൂടെ ഇങ്ങനെ ഫുൾ ടൈം നടക്കുന്നത് കൊണ്ടുള്ള നല്ല കാര്യങ്ങൾ എന്തൊക്കെയാ? ഇപ്പൊ ഓരോ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്കിങ്ങനെ കൂടെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ എന്നെ കൊണ്ടുപോകണം എന്ന് പറയുമോ, അതോ അച്ഛനായിട്ട് തന്നെ കൊണ്ടുപോയതാണോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകണമെന്ന്. അച്ഛൻ പണ്ട് എങ്ങനെയാണോ എപ്പോഴും ഭയങ്കര ഹാപ്പി, അടിക്കത്തും മഴക്കുറക്കൊന്നുമില്ല, ഒന്നും ചെയ്യത്തില്ല? ചേട്ടന് എങ്ങനെ ഇത്ര സിമ്പിൾ ആയിട്ട് ജീവിക്കാൻ പഠിച്ചേ? സിമ്പിളായിട്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ നമ്മളെങ്ങനെ ആക്കിയെടുത്തു. പക്ഷെ ആ ഒരു പോയിന്റിൽ കൂടെ തന്നെ നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അതിനകത്ത് വലിയ മിതമായിട്ടുള്ളൊരു ദുഃഖമോ സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും പക്ഷേ ഞാനിപ്പോഴും ഹാപ്പിയാണ്. ഇപ്പൊ നമ്മള് ഫേസ്ബുക്കില് വീഡിയോ ഇടുന്ന സമയത്ത് ചേച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലേക്ക് ആയപ്പോ ചേച്ചി അത്ര ആക്റ്റീവ് അല്ല, ചേട്ടനും മോനും മാത്രമേ ഉള്ളൂ. അതെന്താ പറ്റിയേ? ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമും രണ്ട് രീതികളാണല്ലോ. ഫേസ്ബുക്കിൽ നമുക്ക് ഒത്തിരി മുതിർന്ന ആൾക്കാരുടെ ഒരു ലോകമാണ്. അപ്പോൾ അവരുമായിട്ട് ഞങ്ങളിങ്ങനെ സമയം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുമ്പോൾ കൂടുതലും പിള്ളേര് കൗമാരക്കാർ തൊട്ട് അങ്ങോട്ടുള്ള പിള്ളേരൊക്കെ ആണല്ലോ. കൂടുതലായിട്ടും അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ അതങ്ങ് ഒതുങ്ങുന്നുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഞങ്ങളൊരു അത്യാവശ്യ കുടുംബത്തിൻ്റെ ഒരു കാര്യം, ഇപ്പോൾ ഓണം, ക്രിസ്മസ്, വിഷു
അങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്നുകൊണ്ട് ആശംസ പറയുന്നത്. ചേട്ടന് പിന്നീട് ഈ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ എന്തോ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ടല്ലോ, അതെന്തായിരുന്നു സംഭവം? സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഈ ലിയോ തദേവ്സ് എന്ന് പറഞ്ഞൊരു സംവിധായകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പാലായിൽ വലിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു കോളേജ് പിള്ളേർക്കായിട്ട്. പക്ഷേ ആ പ്രോഗ്രാമിൽ അവർക്കൊരു പിശാചിൻ്റെ റോള് കളിക്കാൻ ഒരാളെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ അവർ അനേകം പേരെ ഇൻ്റർവ്യൂകളൊക്കെ നടത്തി, പക്ഷേ അവരുടെ ആ കഥാപാത്രം അവരുടെ രീതിക്കൊത്ത് ഒക്കുന്നില്ലായിരുന്നു. അപ്പം ഞാനന്ന് ഇതിലൂടെ പണിയും പറമ്പിപ്പണിയും സംഗീതമായിട്ട് നടക്കുക. അപ്പം ആരോ എന്നെ പരിചയമുള്ള ആരോ ഒരാൾ ഈ ലിയോയോട് പറഞ്ഞു ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ട്, നമുക്ക് നോക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ പണിസ്ഥലത്ത് വന്ന് വിളിച്ച് ഇങ്ങനെ വരാമോ എന്ന് ചോദിച്ചു. ഞാൻ അവിടെ ചെന്നു ഇദ്ദേഹം പറഞ്ഞ ഒരു 2 ഭാഗം ഈ മാലാഖമാരുടെ അടുത്തേക്ക് ഒരു ചെറുത്താൻ പറന്നിറങ്ങുന്ന സീനായിരുന്നു. പക്ഷെ അത് ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ നിന്ന ആൾക്കാർ വളരെ പേടിച്ചു. കാരണം നമ്മുടെ ഈ പല്ലും മുഖവും ഒരു ചിരിയെല്ലാം കൂടെ എപ്പോഴത്തേനും ആൾക്കാർക്ക് കൈയും കാലും എല്ലാം കൂടെ കണ്ടപ്പോൾ ആൾക്കാർക്കൊരു ത്രില്ലായി. പുള്ളി പറഞ്ഞ് അങ്ങനെ ഓക്കെ നീ തന്നെ മതി എന്ന് പറഞ്ഞ് എന്നെ ഇതിനടുത്ത് അഭിനയിച്ചു. അങ്ങനെ ഈ നാടകം അരങ്ങേറി അവസാന ഭാഗമൊക്കെ ആയപ്പോഴത്തേനും പിശാചിൻ്റെ വരവായി. അപ്പോഴത്തേനും ഓഡിയൻസ് പിള്ളേരെല്ലാം കിടന്ന് ഭയങ്കര കാർച്ചയും വെള്ളമൊക്കെ. അത് വേഷം നല്ല വേഷവിധാനം, പക്ഷേ അഭിനയത്തിലൊരു ഭയങ്കര ഇതുണ്ടായിരുന്നു. പക്ഷെ അവസാനം അങ്ങനെ ഈ പിശാച് സ്റ്റേജിൽ നിന്നും വീണ ഈ മാലാഖമാരുടെ നടുക്കോട്ട് വീണുമ്പോൾ മാലാഖമാരുടെ പ്രകാശമായിട്ട് ഈ പിശാച് ശേഷി നശിക്കുന്ന കാണിക്കണ്ട. പക്ഷേ ഈ സ്റ്റേജിലേക്ക് നിന്ന് ചാടിയ സമയത്ത് വലിയൊരു 2-3 പലകയുടെ പൊക്കത്ത് ചാടണമായിരുന്നു. ഈ ചാടിയ സമയത്ത് ഈ ഇടത് കൈ എന്ന് അടിച്ചു, ഒരു പലകെട്ട് അടിച്ച പോലെ ഈ ഉരത്തിൻ്റെ അവിടെ നിന്ന് ഈ കുഴയിൽ നിന്ന് ഈ കൈ ഊരിയ പോലെ കിടന്നു. സ്റ്റേജിലേക്ക് വന്ന് അത് ശരിക്കും വീണത് ഈ വവ്വാലെ കിടക്കുന്നവരിങ്ങനെ കമന്ന് നിലം പറ്റി ഇങ്ങനെ കിടന്നു. പക്ഷെ ആ കിടപ്പ് എല്ലാവർക്കും ഭയങ്കര കൈയടിയായിരുന്നു. അതായത് പിശാച് ഒരിക്കലും അങ്ങനെ കിടക്കാൻ പറ്റുന്ന നിലം പറ്റി തന്നെ കിടക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് എല്ലാവരും അഭിനന്ദിക്കാൻ വിളിച്ചപ്പോഴും അത് അങ്ങനെ തന്നെ കിടക്കും. ശരിക്കും ആ വീണ സമയത്ത് തന്നെ ബോധം പോയായിരുന്നു. പിന്നീട് എല്ലാവരും വന്ന് വിളിച്ചു. അന്നേരം പിന്നെ മറിച്ചിട്ടപ്പോഴാണ് അറിയുന്നത് ആൾക്ക് ബോധം പോയത്. അങ്ങനെ അവരുടെ ആംബുലൻസിനെടുത്ത് ആശുപത്രിയിലെത്തി കൈയുടെ കുഴയെല്ലാം ശരിക്കും ഊരിപ്പോയായിരുന്നു മാസങ്ങളോളം. അപ്പം വീട്ടിലെ സ്ഥിതി ഇതാവുക, കാരണം ഞാൻ പണിക്ക് പോയാലേ വീട് മുന്നോട്ട് പോകുള്ളായിരുന്നു. കയ്യാലപ്പണിയും മേശരിപ്പണിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പിന്നെ ഇതറിഞ്ഞ് വിഷമം തോന്നി. അദ്ദേഹം എന്നെ കണ്ട് പൈസയൊക്കെ തന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്ക് 2 സിനിമ അദ്ദേഹം ഇറക്കിയത്, ഒരു സിനിമയിലേക്ക് എന്നെ അതിനകത്ത് റോള്. പക്ഷേ എനിക്കന്ന് ഈ കൈക്കയുടെ പ്രശ്നം പിന്നെ ഉണ്ടായിട്ട് പിന്നെ പോകാനായിട്ട് പറ്റിയില്ല. ഇപ്പോൾ അദ്ദേഹമായിട്ട് പലപ്പോഴും ബന്ധങ്ങൾ അതൊരു വലിയൊരു അവസരവും ചാൻസും ആയിരുന്നു. അപ്പം ആ സമയമൊക്കെ എങ്ങനെയാ ചേട്ടൻ സർവൈവ് ചെയ്തത്? ഇപ്പം ഈ പറഞ്ഞ പോലെ ചേട്ടൻ മാത്രമല്ല ഇവിടെ നിന്ന് ജോലിക്ക് പോകുന്നത്, ഞാൻ തന്നെ ഉള്ളായിരുന്നു. അപ്പോൾ ആ 1 മാസക്കാലം പിന്നെ ഈ നാടകക്കാരെല്ലാം കൂടി വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത്. തീർച്ചയായിട്ടും ഈ അടുത്ത ഏരിയയിലെല്ലാം ഏറ്റവും കൂടുതൽ പണിക്ക് പോകുന്ന ആളായിരുന്നു. പറമ്പിപ്പണി മറ്റു കാര്യങ്ങൾ. അപ്പോൾ ഈ പ്രദേശത്തൊക്കെ അന്ന് ഈ പശുക്കളുള്ള സ്ഥലങ്ങളാണ് ഇവിടെ. ഈ ചാണകം കോരുക എന്ന് പറഞ്ഞിട്ട് പരിപാടിയുണ്ട്. ഈ ഡിസംബർ ജനുവരി മാസമൊക്കെ ആകുമ്പോൾ ചാണകക്കുഴി നിറഞ്ഞു കിടക്കും. പക്ഷെ അത് കോരാൻ ചില ആൾക്കാർ പണിക്കാരെ ഒന്നും കിട്ടാറില്ല, പുറത്തുനിന്നൊക്കെ ആൾക്കാരെ വിളിക്കാറുള്ളൂ. പക്ഷെ ഇത്തരം പണികൾ ഞാനായിരുന്നു ഈ ഏരിയയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് രാവിലെ നമ്മൾ ചാണകക്കുഴിക്കകത്ത് ഇറങ്ങി വൈകുന്നേരം വരെ ഈ ചാണകത്തെ കുഴിയുടെ അകത്താണ്. അപ്പോൾ അതിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ. പലരും അപ്പം 2-3 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ മേത്തുനിന്ന് ഈ മണം പോകാറുള്ളൂ. അപ്പം അന്നത്തെ കാലത്ത് 600-700 രൂപയ്ക്ക് ഉടമ്പടി നമ്മൾ പിടിക്കുവാണെങ്കിൽ പലരും ഇങ്ങനെ അന്വേഷിച്ച് വരാറുണ്ട് ഈ ചാണകം. പക്ഷെ ഞാൻ പറഞ്ഞ അങ്ങനെ ഈ വീടിൻ്റെ പുറമ്പോക്കുകളിൽ അല്ലാതെ ആരും ഉപേക്ഷിക്കപ്പെട്ട ചില പണികളുണ്ടല്ലോ ഈ ചെയ്യുന്ന, ഞാൻ പറഞ്ഞ അതിൽ നിന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായത്. ഞാൻ ഇതിങ്ങനെ ചെയ്തു, നല്ല രീതി ഈ പണി ചെയ്തു. ആ പണി ചെയ്തിങ്ങനെ ഒരു ദിവസം ഒരിടത്ത് ചാണകം കോരിട്ടിങ്ങനെ പള്ളിമുറ്റത്ത് വന്ന് കുറേ നേരം ഇങ്ങനെ വിഷമിച്ച് അല്ലെങ്കിൽ മണമെല്ലാം പോയി കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അന്നുണ്ടായിരുന്നൊരു അച്ഛൻ ചോദിച്ചു, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പോൾ അപ്പോൾ ഇന്നും രാവിലെ പള്ളിമുറ്റത്ത് വന്നു, കുർബാന കൂടി വൈകിട്ട് പള്ളിമുറ്റത്തോടെ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അച്ഛൻ അങ്ങനെ കണ്ടപ്പോൾ ഒരു സഹതാപം ഓരോ തോന്നി. അച്ഛൻ ഇടപെട്ടാണ് ഈ ഒരു ജോലി വാങ്ങിച്ചു തന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ചാണകം കോരുന്ന ആരും ചെയ്യാത്തതല്ലേ. അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കോവിഡ് സംബന്ധമായ കാലത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ സംഭവിച്ചത് ഈ പ്രദേശത്തായിരുന്നു. ഈ പ്രദേശത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരു 12ഓളം കോവിഡ് രോഗികളെ ബോഡി എടുത്ത് സംസ്കരിക്കുന്ന ഒരു ചുമതല ഏൽക്കാൻ ആരും ഇല്ലായിരുന്നു. അങ്ങനെ ഇവിടെ വീട്ടിൽ നിന്ന് എതിർപ്പുണ്ടായി, നാട്ടിൽ നിന്ന് എതിർപ്പുണ്ടായി. പക്ഷേ ഞാൻ സ്വയമേ ഏറ്റെടുത്ത് അങ്ങനെ ഈ കോവിഡ് കാലത്ത് 12 മൃതസംസ്കാരം അതിന് നേതൃത്വം കൊടുത്തത് ഞാനായിരുന്നു.
കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ബോഡി എടുത്തുകൊണ്ട് വന്ന് ചേട്ടനപ്പോ കൊറോണ വരുമോന്നൊരു ആ പേടി? അതാ പറഞ്ഞത്. അതല്ല, എന്നെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നും സ്കൂളിൽ നിന്ന് പോലും വിലക്കുകളുണ്ടായിരുന്നു. കാരണം ഇത്രയും പിള്ളേർ പഠിക്കുന്ന സ്കൂളാണ്, വീട്ടിലെ ഭാര്യ മക്കൾ ഒക്കെ ഉണ്ട്. പക്ഷേ ഭാര്യയുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായൊരു സപ്പോർട്ടാണ്. പക്ഷേ അതായത് ഭാര്യയ്ക്കും മക്കൾക്കൊന്നും ഈ ബോഡി കാണാൻ പറ്റത്തില്ല. മെഡിക്കൽ കോളേജിൽ പോയി ഈ ബോഡി എടുത്ത് കൊണ്ടുവന്ന് മുട്ടമ്പലം എന്ന് പറയുന്ന കോട്ടയത്ത് ദഹിപ്പിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ പോയി ദഹിപ്പിച്ച് ചാരം എടുത്തുകൊണ്ട്, അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ആൾക്കാരെ അന്വേഷിച്ച് വരാൻ തുടങ്ങി. ഈ കോവിഡ് രോഗികളെ ദഹിപ്പിക്കാൻ അല്ല ഈ ബോഡി എടുക്കാൻ പറ്റിയ അങ്ങനെ ഒരു 4-5 പേരുടെ ഒരു ലീഡറായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ 12ഓളം വ്രതം, അതായത് 10-15 തുണിക്കകത്ത് ചുറ്റി പ്ലാസ്റ്റർ ഇട്ട് ചുറ്റിയൊക്കെയാണ് ഈ കോവിഡ് മേൽ. അതും അത്രമാത്രം ബോഡിയെ ആ മൂർച്ഛിച്ച് നിന്ന സമയത്താണ്. ആ സമയത്ത് ഒരു 12ഓളം രോഗികളെ പല സ്ഥലങ്ങളിൽ ആൾക്കാർ വണ്ടിയും കൊണ്ട് ഇവിടെ വരാറുണ്ടായിരുന്നു. ഇങ്ങനെ ഒരാളെ കിട്ടുമോ, ആ ജോലി ചെയ്യാനുള്ള കെൽപ്പെന്ന് പറയുന്നത്. ഒന്ന് പറഞ്ഞത് ഈ ചാണകത്തിൻ്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ. രണ്ടാമത് ജീവിതത്തിൽ വലിയൊരു സംഭവം ഉണ്ടായിരുന്നു. അതാണെന്നല്ല, ഞാൻ 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ് പണിക്ക് പോകാൻ തുടങ്ങി. ആ സമയത്ത് ഞാനൊരു സ്ഥലത്ത് പോയി ഒരു മിമിക്രി അവതരിപ്പിച്ച് പാലാ ടൗണിലാണ്. അപ്പോൾ ആ മിമിക്രി അവതരിപ്പിച്ചപ്പോൾ ഞാൻ ഈ ഒന്ന് നുണ മത്സരം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഞാൻ ഈ നുണ പറയുന്നുണ്ടായിരുന്നു. രണ്ടാമത് ഈ 10 മിനിറ്റ് കൊണ്ട് സ്ഥലപ്പേര് ശ്വാസം വിടാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതിങ്ങനെ ഞാനിങ്ങനെ ഈ പാലാ ടൗണിൽ ഇങ്ങനെ ഇപ്പോൾ എല്ലായിടത്തും കോളാമ്പി വെച്ചിട്ടുണ്ട്. ഈ സ്ഥലപ്പേര് ഇങ്ങനെ ശ്വാസം വിടാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഒരാൾ എന്നെ കണ്ടിട്ട് എനിക്കൊരു ചെറിയ അവാർഡും, ഞാൻ പണിക്ക് പോകുന്ന സമയമാണ് സമ്മാനമൊക്കെ തമ്പോൾ ആ പുള്ളിയോട് ചോദിച്ചു, ഈ കൊച്ചിൻ കലാഭവനിൽ പോകാൻ എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അങ്ങനെ ഒരു കലാഭവൻ എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ കാലത്ത് ഞാൻ അന്ന് ജയറാമൊക്കെ നിൽക്കുന്ന ആ സമയം കാലഘട്ടത്തിലായിരിക്കും. അപ്പം അതെല്ലാം അവിടെ പോയി പഠിക്കാനോ അല്ലെങ്കിൽ താല്പര്യം അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ പുള്ളി കൊച്ചിൻ കലാഭവനുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും കുറേ കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഈ അപരച്ചൻ്റെ അവിടുന്ന് ഓഫീസിൽ നിന്ന് ഒരു എഴുത്ത്, തപാലിലൊരു എഴുത്ത് വന്നു, താങ്കൾ ഇന്ന സമയത്ത് കൊച്ചിൻ കലാഭവനിൽ എത്തണമെന്നും പറഞ്ഞുകൊണ്ട്. അത് ഈ നാട്ടിലെല്ലാം വലിയൊരു സന്തോഷമായിരുന്നു. അങ്ങനെ ഒരാൾ അഭിനയിക്കാനൊന്നുമല്ല, അഭിനയം പഠിക്കാനും ഇതുമായി ബന്ധപ്പെട്ട് ആ ഫീൽഡിലേക്ക് പോകാനും ഒക്കെ ആയിട്ട്. അങ്ങനെ ഈ പള്ളിയിൽ 10 കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ പള്ളിയിലെല്ലാം അറിഞ്ഞ് പള്ളിയിലൊക്കെ അച്ഛൻ കുർബാനമത്തിയൊക്കെ വിളിച്ചൊക്കെ പറഞ്ഞു, ഇടവക്കാരൻ ഒരാളിങ്ങനെ പോകുന്നുണ്ട്, ഇന്നത്തെ വികാരിജൻ. അപ്പം പാൻറ് ഷർട്ട് അങ്ങനെ ഒന്നുമില്ല, അതെല്ലാം പള്ളിക്ക് അതെല്ലാം മേടിച്ചൊക്കെ തന്നു. ആ സമയത്ത് ഇങ്ങനെ ഞാൻ നിൽക്കുന്ന സമയത്ത് ഇവിടെ അടുത്തൊരു ക്യാൻസർ പേഷ്യൻ്റ് ആയ ഒരു മനുഷ്യനെ, അയാൾക്ക് ഈ മലദ്വാരത്തിലായിരുന്നു ക്യാൻസർ. അപ്പം ക്യാൻസറിൽ ഏറ്റവും പീരമായ ക്യാൻസർ ഈ മലദ്വാരത്തിൽ വരുന്ന ക്യാൻസർ എന്ന് പറയും. അപ്പോൾ ഇദ്ദേഹത്തെ ഈ ആശുപത്രി വെച്ചപ്പം ഇദ്ദേഹത്തെ നോക്കാനായിട്ട് ഒരാളെ ഇല്ല. അപ്പോൾ ആ വീട്ടുകാരിങ്ങനെ അന്വേഷിച്ച് നടക്കുക, ഇങ്ങനെ ഒരാളെ അന്വേഷിച്ച് നടക്കണം. ആ സമയത്താണ് വീട്ടിലെ സാഹചര്യവും വീട്ടിലെ ബുദ്ധിമുട്ടും മനസ്സിലാക്കി ആരോ ഒരാൾ എൻ്റെ പേര് നിർദ്ദേശിച്ചു, ഇങ്ങനെ ഒരു പയ്യനുണ്ടെന്ന് ചോദിച്ചു നോക്കി അറിയാമെന്ന്. അന്നത്തെ കാലത്ത് ഒരു ദിവസം 100 രൂപ ഇവർ തരും, വീട്ടിൽ അരി സാധനം വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ തൃശ്ശൂർ അമല ക്യാൻസർ സെൻ്റർ ആശുപത്രി പോകണം. അവിടെയാണ് ഈ മനുഷ്യൻ കിടക്കുന്നത്. വീട്ടിലെ കാര്യങ്ങളെല്ലാം അവർ നോക്കും. ഒരു മൂത്തയാൾ പട്ടാളത്തിലാണ്, അയാളുടെ ഭാര്യയുള്ളൂ ഇവിടെ പട്ടാളത്തിലാണ്. അപ്പം അയാൾ അവിടുന്ന് പൈസയെല്ലാം കൊടുക്കും, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം. അങ്ങനെ ഞാൻ എൻ്റെ ഉള്ളിൽ താലോലിച്ചുകൊണ്ടിരുന്ന ഈ ഒരു കലാഭവൻ എന്നുള്ള ആ സംഭവം ഞാൻ അവിടെ ഉപേക്ഷിച്ചു. അത് വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഒത്തിരി കരഞ്ഞു വിഷമിച്ചു. വീട്ടിലെ സ്ഥിതി, ഞാനും പെങ്ങളും തന്നെ ഉള്ളൂ, അങ്ങനെ ഒരു അവസ്ഥ. അപ്പം അങ്ങനെ ഞാൻ ഈ മനുഷ്യൻ്റെ കൂടെ ആംബുലൻസിൽ കയറുകയാണ്. ആ കലാഭവന് കിട്ടിയ ഓഫർ നിരസിച്ചുകൊണ്ട് അത് ജോലി അന്ന് ഏറ്റെടുക്കേണ്ട വന്നു. അങ്ങനെ ഈ മനുഷ്യനുമായിട്ട് ഞാൻ സംഭവിച്ച ഇദ്ദേഹത്തെ ഈ പോകുന്ന വഴിക്ക് ഈ ഭയങ്കരമായ വേദന കൂടി കൂത്താട്ടുകുളം എന്ന് പറയുന്ന ഒരു സ്ഥലം, രാമപുരം കൂത്താട്ടുകുളം, അദ്ദേഹം അവിടെ ഒരു വലിയ ഹോസ്പിറ്റലിൽ ഇദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തു 3 ദിവസത്തേക്ക്. അത് കഴിഞ്ഞ് അമ്മരെ പോയാൽ മതി എന്ന് തോന്നും. അപ്പോൾ തീർച്ചയായിട്ടും ഈ എൻ്റെ പ്രധാനപ്പെട്ട ജോലി ഒരു കയ്യിലൊരു ബ്രഷ് തരും. അപ്പോൾ ഇദ്ദേഹത്തിന് എപ്പോൾ വൈറ്റിൽ നിന്ന് പോകുന്ന അപ്പോൾ ഇദ്ദേഹത്തെ കമത്തി ഇട്ടിട്ട് ഇദ്ദേഹത്തിന് ഈ ബ്രഷിൽ നിന്ന് ഈ സാധനം മൊത്തം മലം തൂത്ത് എടുത്ത് അവിടെ വൃത്തിയാക്കുക എന്നുള്ളൊരു ജോലിയാണ് പ്രധാനപ്പെട്ട ഈ നേഴ്സ് എന്നെ ഏൽപ്പിച്ചത്. അപ്പോൾ ഒരു ദിവസം ഈ നേഴ്സ് എന്നോട് പറഞ്ഞു, സഹോദര പറയുന്നതുകൊണ്ടൊന്നും ബുദ്ധിമുട്ട് വേണമെന്ന് പറഞ്ഞു, നാളെ ഈ അപ്പാപ്പൻ്റെ മലം ലാബിലെത്തിക്കണം, നല്ല പരിശോധന. പക്ഷേ ഇദ്ദേഹം കാറി പോകുന്നുണ്ട്, വയറ്റിൽ നിന്ന് മലം പോകാനായിട്ട് പാടാം. അപ്പോൾ ക്ലോസറ്റിൻ്റെ അവിടെ കൊണ്ട് ഇരുത്തി കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ഈ മലത്തിൻ്റെ ഒരു അംശം നമുക്ക് കൈ കിട്ടണം
എങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാഴ്ച 3 ദിവസമായിട്ട് നേഴ്സുമാർ നോക്കിയിട്ടും ഈ വയറ്റിൽ നിന്ന് ഈ മലം കിട്ടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തെ ഞാനും ഒരു നേഴ്സും കൂടെ കൊണ്ട് കൃത്യം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ വയറ്റിൽ നിന്ന് ഒരു ചെറിയ പീസ് പോയി. പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല. ഈ സംഗതി നേരെ ക്ലോസറ്റിലേക്ക് ഈ സാധനം പോയി. നേഴ്സ് ചോദിച്ചു ഇത് എന്നാ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു സിസ്റ്റർ കണ്ണടച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരറപ്പോ ഒന്നും തോന്നില്ല. ഞാൻ എൻ്റെ ഈ കൈ ഇത്രയും കൈ ഉണ്ടല്ലോ, ആ കൈ മുഴുവൻ ക്ലോസറ്റിലോട്ട് ഇട്ട് ഇത് കോരി എടുത്ത് ഞാനിത് വെച്ചപ്പോൾ ആ നേഴ്സ് കരഞ്ഞു. ആ നേഴ്സ് എന്നോട് ചോദിച്ചു താങ്കളെ എന്നതാ വിളിക്കണ്ടേ, താങ്കൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്? കാരണം ഇപ്പോൾ എൻ്റെ കൈ എത്ര നേരം ഈ ക്ലോസറ്റിൽ കിടപ്പുണ്ട്. ഞാനതിങ്ങനെ കോരിയെടുത്ത് അത് കഴിഞ്ഞ ശേഷം എൻ്റെ അമ്മയ്ക്കൊരു കിടപ്പിലായപ്പോൾ എൻ്റെ അയലോക്കത്ത് ഈ പറഞ്ഞ കോവിഡ് രോഗങ്ങളുടെ കേസ് വന്നപ്പോഴൊക്കെ എനിക്ക് അറപ്പോ വെറുപ്പോ അല്ലെങ്കിൽ എൻ്റെ കൈ വിറയ്ക്കുകയോ ഒന്നും ചെയ്തില്ല. കാരണം ഈ മനുഷ്യൻ എൻ്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയായിരുന്നു ഈ കിടന്ന മനുഷ്യൻ. അങ്ങനെ ഈ മനുഷ്യനെ തൃശ്ശൂർ അമല ക്യാൻസർ സെൻ്റർ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വെച്ചാണ് ഒരു സംഭവം ഉണ്ടായത്. ഇദ്ദേഹത്തിന് സ്ത്രീകളുടെ വാർഡാണ് കിട്ടിയത്. ആണുങ്ങളുടെ വാർഡല്ല, സ്ത്രീകളുടെ വാർഡാണ്. അപ്പോൾ സ്ത്രീകളുടെ വാർഡിൽ ഒരു സ്ത്രീ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ബെഡിലോട്ട് ഈ അപ്പാപ്പനെ കിടത്തി നിലത്ത് എന്നെ ഇരുത്തി. ഒരു രാത്രി ഒരു 11 മണിയായപ്പം ഈ അമല ക്യാൻസർ സെൻ്റർ ആശുപത്രിയിൽ നിന്ന് ഭയങ്കര കാർച്ച കേൾക്കാം. ഈ കാർച്ച വരുന്നുണ്ട്. സ്ത്രീകളുടെ വാർഡിൽ നിന്ന് ഞാൻ ഓടി ചെന്നപ്പോണ്ടല്ലോ ഈ ക്യാൻസർ രോഗികളുടെ മരണം നടക്കുന്നത് കൂടുതലും രാത്രി 11-ന് 1 മണിക്ക് ഇടയ്ക്കാം. മറ്റേ ആശുപത്രി എല്ലാ രോഗികളും കാണും, പക്ഷേ ഈ അമല എന്ന് പറയുന്ന ക്യാൻസർ ആശുപത്രി വരെ ഞാനിങ്ങനെ ചെല്ലുമ്പം ഞാൻ ഓടി ഓരോ മുറി ചെല്ലുമ്പോൾ ഈ നേഴ്സുമാർ വെള്ളത്തുണി ഇട്ട് മൂടി പോവുക ഓരോ മുറിക്കകത്തുനിന്ന്. അവർക്കതൊരു വിഷമമൊന്നുമില്ല, കാരണം അവരെല്ലാ ദിവസവും ചെയ്യുന്ന സംഭവമായതുകൊണ്ട്. പക്ഷെ ഞാൻ ചെന്നപ്പം ഒരു സ്ത്രീയുടെ മേത്തോട്ട് ഈ വെള്ളത്തുണി അങ്ങ് വലിച്ചിട്ടു അവരടുത്ത മുറിലേക്ക്. ഞാൻ അവിടെ കിടന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ നേരം കിടന്ന് പൊട്ടിക്കരഞ്ഞു, കുറേ നേരം കരഞ്ഞപ്പം സിസ്റ്റർ എന്നോട് ചോദിച്ചു എന്തിനാ കരഞ്ഞു. ഞാൻ ചോദിച്ചു സിസ്റ്ററിന് എനിക്ക് വിഷമമില്ല, കാരണം ഞാൻ എല്ലാ ദിവസവും ഇത് കാണുന്നത്. അപ്പോൾ നമ്മളൊരു 1:30 മണിയാകുമ്പം ആംബുലൻസ് ഇങ്ങനെ താഴെ നോക്കുമ്പം കാണാം. അതായത് കൂടെ നിൽക്കുന്ന ആരാണോ അവരെയും ഈ ബോഡിയും കൂടെ ആംബുലൻസിൽ കയറ്റുന്നു. ആംബുലൻസിൻ്റെ പൈസ വീട്ടുകാർ കൊടുത്തണം. ആംബുലൻസ് ഇങ്ങനെ പോകുന്നു. എൻ്റെ ജീവിതത്തിൽ അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, ഒരു ദിവസമെങ്കിലും ഒരു 10 മിനിറ്റെങ്കിലും എനിക്ക് കിട്ടിയാൽ ഞാൻ ഈ നിമിഷം വരെയും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ക്യാൻസർ രോഗികൾക്ക് വേണ്ടി നല്ല എല്ലാ കാരണം എൻ്റെ കൺമുമ്പിൽ. അപ്പം ഞാനൊരു തീരുമാനം എടുത്തത് എനിക്ക് ഇനി മിമിക്രിയും പരിപാടി വീട്ടിലെ കാര്യങ്ങൾ അവർ നടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ സ്ത്രീകളുടെ ആശുപത്രിയാണ്, ഇവർ വൈകുന്നേരം ആകുമ്പോൾ വരാന്തയിൽ ഇങ്ങനെ എല്ലാവരും ഇരിക്കും. അപ്പോൾ ഇവരുടെ ഇടയ്ക്കൂടെ പാട്ടായിട്ടും ഡാൻസായിട്ടും തബലയായിട്ടും ബഹളമായിട്ടും ഞാൻ ഇതിലൂടെ നടക്കും. പക്ഷെ ഞാൻ ഇന്ന് കാണുന്ന ചേച്ചി നാളെ ചെല്ലുമ്പോൾ ആ ചേച്ചിയുടെ സ്ഥാനത്ത് ആ ചേച്ചിയില്ല, ആ ചേച്ചി പോയി. അടുത്ത ചേച്ചിയുടെ അടുത്ത് ചെന്ന് കഴിയുമ്പം അടുത്ത ചേച്ചിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഈ റേഡിയേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെന്നെ വളരെ വേദനിപ്പിച്ചു. കാരണം ഈ റേഡിയേഷൻ പോകുന്ന ക്യാൻസർ ഏത് പോകുന്ന അവിടെ സ്കെച്ച് പെനാക്കിയൊക്കെ വരച്ചു പോകും. അപ്പോൾ നമ്മളിങ്ങനെ നീണ്ട ക്യൂ ആണ്. എൻ്റെ പ്രായമുള്ളവർ, എൻ്റെ വീട്ടുകാരുടെ, എൻ്റെ പിള്ളേരുടെ പ്രായമുള്ളവർ ഇങ്ങനെ ആൾക്കാർ നിൽക്കുക. അതിനിടയ്ക്ക് ഞാനും ഈ അപ്പാപ്പനുമായിട്ട് മണിക്കൂറോളം നിൽക്കണം. അപ്പോൾ എല്ലാവരുടെയും ഈ സ്കെച്ച് പെനാക്കിയകത്ത് വട്ടമൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്ന കഴിയുമ്പം എൻ്റെ ഏതായ സർവ്വം മൂടുമ്പോൾ, അതായത് കളിയ ചിരിയ ഞാൻ പൂർണ്ണമായും ഇവരോട് യോജിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചിയും ഈ അമല ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഓടുക. ഞാൻ ഡോക്ടറുടെ പുറകെ ഈ ചേച്ചിയുടെ പുറകെ ആയിരുന്നു. അപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, മോനെ എടാ ഇത് ഈ ചേച്ചിക്കും ഈ അപ്പാപ്പനെ വന്നതല്ല മലതാരത്തിന് ക്യാൻസറാണ്. പൊരിട്ട് മലം പോകാൻ വേണ്ടിയിട്ടാണ് ഈ ചേച്ചി ആ കിലോമീറ്ററോളം ഓടിയത്. അപ്പോൾ നഴ്സുമാരെ പിടിച്ചിട്ടു. അപ്പോൾ അത് ഞാനിങ്ങനെ ഇറങ്ങിയപ്പോൾ ഈ അച്ഛൻ എന്നോട് ചോദിച്ചു, എന്നോട് ചോദിച്ചു വയറ്റിൽ നിന്ന് മലവും മൂത്രവും കൃത്യമായിട്ടാണോ പോകുന്നതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ കൃത്യമാണ് മലം പോകുന്നത്. ഏതെങ്കിലും ഒരു നിമിഷമെങ്കിലും നീ ഈശ്വരനോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? അപ്പോഴാണ് എനിക്കിത് ക്ലിക്ക് ചെയ്ത്. കാരണം ഒരിറ്റ് മലം പോകാൻ വേണ്ടി ഒരു സ്ത്രീ 1/2 കിലോമീറ്ററോളം കാറി ഓടി പോയപ്പോൾ എൻ്റെ മലം കൃത്യമായിട്ട് പോകുന്നു, എൻ്റെ മൂത്രം കൃത്യമായിട്ട് പോകുന്നു. അപ്പം ഞാൻ എന്നെ ഒരു ഭാഗ്യം ചെയ്തതാണ്. ഞാൻ അവിടെ ആ അച്ഛൻ പറഞ്ഞ ആ സ്ഥലത്തിൽ നിന്ന് ഞാൻ കുറേ നേരം കരഞ്ഞിട്ട് ഞാൻ ദൈവത്തെ ദൈവമേ തെറ്റുപറ്റിപ്പോയി. എൻ്റെ മൂത്രം ഈ നിമിഷം വരെ ഞാനിപ്പം മൂത്രം ഒഴിച്ചാലും എൻ്റെ വയറ്റിൽ നിന്ന് പോയാലും ദൈവമേ നന്ദി. കാരണം അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതുകൊണ്ടാണ് എനിക്ക് ഈ ഫീലിംഗ് ഉണ്ടായത്. അവസാനം ഈ അപ്പാപ്പൻ മരിച്ചു. കഴിഞ്ഞപ്പോൾ മക്കൾ ആരും ഇല്ലായിരുന്നു, ഞാൻ തന്നെ ഉള്ളായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മലമെല്ലാം തൂത്ത് വെള്ളത്തുണിയിട്ട് പുതപ്പിച്ച് ഇദ്ദേഹത്തിൻ്റെ ബോഡിയായിട്ട് ഇവിടെ വന്ന് അവസാനം ചിതയെടുത്ത് ഒഴുക്കുന്നത് വരെ ഞാൻ ഈ മനുഷ്യൻ്റെ ഹൈന്ദവനായ ഒരാളാണ്. ഞാൻ ക്രിസ്ത്യാനിയാണ്, മരിച്ചയാൾ ഹൈന്ദവനായ ഒരാളാണ്. എന്നിരുന്നാൽ പോലും ഈ ക്ലോസറ്റിൽ നിന്ന് ഈ മലമെടുത്ത സംഭവം തൊട്ട് ഞാൻ പറഞ്ഞത് ഈ ചാണകം തൊട്ട്
ഒരു കോവിഡ് രോഗിയെ മെഡിക്കൽ കോളേജിലെ 12ാം റൂമിലെ ബോഡി ഇരുന്ന് കഴിഞ്ഞപ്പം ഈ സെക്യൂരിറ്റി കാണിച്ചു തന്നു, ഞങ്ങൾ തൊടിയല്ല, അത് നിങ്ങൾ വേണം തൊട്ടോണമെന്ന് പറഞ്ഞു. ഈ വീട്ടുകാർ മുഴുവൻ വെളിയിരിക്കുക. കൂടെ വന്നവരും പറഞ്ഞു വലിച്ചിടുവാണെങ്കിൽ ഞങ്ങൾ പിടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിൽ ഇപ്പോഴും ആ സെക്യൂരിറ്റിക്കാരൻ പറയാറുണ്ട്, താങ്കളെപ്പോലുള്ള ഒരാളെ ഞാനൊന്നും നോക്കില്ല, എൻ്റെ കയ്യിൽ ഉറയിട്ടിട്ടുണ്ടെങ്കിൽ പോലും വലിച്ച് ചാടിച്ച് താഴെ ഇട്ട് ഞെക്കി നോക്കി വീട്ടുകാരുടെ പറഞ്ഞ അടയാളം ശരിയാണോ എന്ന് നോക്കി ആംബുലൻസിൽ കയറ്റി കത്തിച്ച് ചാരമായിട്ട് ആ വീട്ടിൽ കൊണ്ട് കൊടുത്തു 12ഓളം. പക്ഷേ എന്നിരുന്നാലും എനിക്ക് അങ്ങനത്തേതായ രോഗങ്ങളോ എന്നെ പേടിപ്പെടുത്തുന്ന ചിന്തകളോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞ അവിടെ നിന്നെല്ലാം ഞാനെന്നൊരു കഥാപാത്രം രൂപപ്പെട്ടത് അല്ല, എൻ്റെ മനസ്സ് ഇങ്ങനെ ആയത് ശരിക്കും നിസ്സാരമാണ്. ഇവിടെ ഇപ്പോൾ ഒരു 6-7 പൂച്ചയുണ്ടെന്ന് പറഞ്ഞു. ഒരു പൂച്ചയുടെ കാല് ഒന്ന് മുറിയോ അല്ലെങ്കിൽ ഒരു പൂച്ച അന്ന് ഉറങ്ങാനേ പറ്റിയില്ലെങ്കിൽ അന്ന് രാത്രിയിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ആ പൂച്ച അതിനും ജീവനുണ്ട്, അത് എന്നെപ്പോലെ ഒരു ജീവനുള്ളൊരു മൃഗമാണ്. അപ്പോൾ ആ ഒരു ഫീലിൽ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർക്കായിരിക്കും ഇപ്പോൾ ഭാര്യയാണെങ്കിൽ പോലും അവൾ പൊതുവെ അങ്ങനെ ആൾക്കാരെ, പക്ഷേ എങ്കിൽ പോലും ഈ മൃഗങ്ങളെ വൈകുന്നേരം കിടക്കാൻ നേരത്തെ ഈ പറഞ്ഞ വെളുപ്പിനെ ഞങ്ങൾ എഴുന്നേൽക്കുന്ന മുമ്പ് നേരത്തെ എഴുന്നേൽക്കും, ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കും, ഞങ്ങളെ പറഞ്ഞു കൊടുക്കും, ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകളെല്ലാം രഹസ്യമായിട്ടിരുന്ന് കാണും, പൊട്ടിച്ചിരിക്കും. പൊതുവേന മൊത്തത്തിലേക്ക് അല്ലെങ്കിൽ പോലും ഞങ്ങളുമായ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യും. ഒരു പരാതിയോ പരിഭവമോ ഇല്ല ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ ആ ഒരു ബന്ധം, ഞാൻ പറഞ്ഞൊരു പൂച്ചയുടെ കാല് മുറിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് വിഷയിക്കേണ്ട കാര്യമില്ല, അത് ചത്താൽ. പക്ഷേ അത് എന്നെ സംബന്ധിച്ച് അത് എനിക്ക് ഉൾക്കൊള്ളാൻ, കാരണം ജീവൻ എന്ന് പറയുന്നതിനോടൊരു കണ്ട് ഞാൻ പോകുമ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി രോഗികളെ കൊണ്ടു കാണിക്കും, ക്യാൻസർ രോഗികളെ, ഏതെങ്കിലും വീട്ടിൽ കിടപ്പ് രോഗികളുണ്ടോ കൊണ്ടു കാണിക്കും. പഠിക്കണം, നാളുകളിൽ നമ്മൾ കടന്നു പോകേണ്ടൊരവസ്ഥ. അപ്പം നീ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്, ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ സഹായിക്കണം. ആ ഒരു ചിന്ത കൊടുത്ത് ഒരു മരിച്ചവർക്ക് ആരെ മരിച്ചു നമുക്ക് തന്നെ, പക്ഷെ അല്ല, സമയം കണ്ടെത്തി പോയി ആ ബോഡി കാണണം, ആ വീട്ടുകാരുടെ വിഷമത്തിൽ പങ്കാളി. അപ്പം അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ ആ വീട്ടുകാർക്കൊക്കെ ഒരു ഭയങ്കര ഒരു സംഭവം. എനിക്ക് ഞാൻ അങ്ങനെ ഒരു ഫീൽഡിലൂടെ നമ്മൾ പോന്നു. അല്ല, ചേട്ടൻ ഇത് പറയുമ്പോഴും ഞാൻ ആലോചിക്കുന്നേ ചേട്ടൻ്റെ സ്വപ്നങ്ങളും എല്ലാം എനിക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ സാഹചര്യങ്ങൾ വരും തലമുറകളും നല്ല രീതിയിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ നാളെ ഇല്ലെങ്കിൽ പോലും ഒരു സഹജീവികളോടൊരു കരുണ വന്നാലും അത് ആ ഒരു പൊരുത്തം. പക്ഷെ എന്നിരുന്നാലും ഈ പറഞ്ഞ പോരായ്മകൾ നമ്മളെ ഡ്രസ്സ് അല്ലെങ്കിൽ വസ്ത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ, ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ചെരുപ്പിൻ്റെ വിഷയം പോലും കുറേ നേരം എന്നെ രാവിലെ വിളിച്ച് എനിക്ക് ചെരുപ്പില്ല, പക്ഷെ ഞാൻ എന്നാലും ചെരുപ്പില്ല, ഒരെണ്ണം മേടിച്ചു തരാം ഞാൻ പറഞ്ഞ അങ്ങനെ പോലും എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു, ഞാൻ പറഞ്ഞ ഈ ചാണകം കോരുന്ന ഒരാളുടെ നമുക്കറിയാം വെളുക്കോളം അതിന് എല്ലാ വീട്ടുകാരും ഒരു മാറി നിൽക്കുകയുള്ളൂ. കാരണം മുഴുവനും ഈ ചാണകത്തിനകത്ത് ഇറങ്ങി അത് കോരി വടിച്ചെടുത്ത്. എപ്പോഴെങ്കിലും ആ സ്വപ്നങ്ങളുടെ പിറകെ പോവാത്തതിലൊരു വിഷമം തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് വിഷമം തോന്നിയിട്ടേ ഇല്ല. പക്ഷെ ഞാൻ അന്നൊക്കെ ചെയ്തതിൻ്റെ ഒരു പ്രതിഫലമല്ല ഇപ്പോഴാണെങ്കിൽ എത്രയോ പേരെ ആൾക്കാർ തിരിച്ചറിയാതിരിക്കുന്നു. എത്രയോ എൻ്റെ മുതലാളിമാർ താമസിക്കുന്ന കൂടപ്പടി ആരും ഇവിടെ നീരാറ്റോട്ടെ പോയപ്പോലും പറഞ്ഞു. പക്ഷേ ഞാനിവരും കാഞ്ഞിരപ്പള്ളി ചെന്നാൽ ബാലാജി കൊല്ലം എറണാകുളം എവിടെ ചെന്നാലും ഞങ്ങളെ തിരിച്ച്. അപ്പം നമ്മളന്ന് ചെയ്യുന്നതിൻ്റെയൊക്കെ പ്രതിഫലങ്ങൾ പതുക്കെ ഞാൻ ചേട്ടനോട് വേറൊരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. നീ വെള്ള ഇടുന്നതിന്റെ പിന്നിലുള്ള കാര്യം എന്താണ് മനസ്സിലാവുന്നത്? അതൊരു അങ്ങനെയാണ്. പിന്നെ ശാരീരികമായിട്ടും പല പ്രശ്നങ്ങൾ ചികിത്സയിലായിരുന്നു. ഷുഗറിൻ്റെ ഒരു ചെറിയ ചികിത്സയിലുണ്ട്. അതിനെല്ലാം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 6-7 കൂട്ടത്തിനടുത്ത് മരുന്ന് ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ കണ്ടപ്പോൾ ആരും അങ്ങനെ പറയാല്ല. കാരണം ഞാൻ പറഞ്ഞ ഈയിടെ ഈ ലാബിൽ ചെന്നപ്പോൾ ഈ നേഴ്സ് എന്നോട് പറഞ്ഞു ഞാൻ ഒരിക്കലും ചിരിക്കാറ്. കാരണം എനിക്ക് SLCക്ക് 125 മാർക്കേ ഉള്ളായിരുന്നു. പക്ഷേ ഷുഗർ നോക്കിയപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിന് മുകളിൽ മാർക്കുണ്ട്, 300-നടുത്ത് മാർക്കുണ്ട്. അപ്പോൾ ഞാൻ സിസ്റ്റർ അതിന് അന്നേരം എൻ്റെ അലമാരി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം SLC ബുക്കിനകത്ത് 125 ഉള്ളൂ. ഇത് 300 എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു അഭിമാനിക്കാമല്ലോ, ഞാൻ ഇത്രയും നല്ലൊരു ആളാണ്, അല്ല ഇത്രയും നല്ലൊരു പോയിന്റിലുണ്ടല്ലോ. അപ്പം സിസ്റ്റർ എന്നോട് ചോദിച്ചു എങ്ങനെ പറ്റും സഹോദര, നിങ്ങൾ 300 എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ആൾക്കാർ പുറകോട്ട് ഓടുക, അപ്പം നിങ്ങൾ പൊട്ടിച്ചിരിക്കണം. ഞാൻ പറഞ്ഞത് കാരണം 3 പ്രാവശ്യം എഴുതിയിട്ട് പോലും 125 മാർക്ക് കണ്ട് SLC ഉള്ളൂ. അപ്പോൾ പിന്നെ ഇതൊരു ഫസ്റ്റ് ക്ലാസ്സിന് മുകളിൽ ഒരു മാർക്ക് സിസ്റ്റർ സന്തോഷത്തോടെ കവറിൽ തരുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു രോഗാവസ്ഥയെക്കുറിച്ച് അങ്ങനെയൊന്നും എന്നിരുന്നാലും അടുത്തൊരാൾ രോഗാവസ്ഥ കിടക്കുകയോ അല്ലെങ്കിൽ ഒരു ഒക്കെ ചെയ്ത ഏതെങ്കിലും ഞാൻ കംപ്ലീറ്റ്ലി
മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു അതെ, മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പോകും. പക്ഷെ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഭാര്യയെ വീട് സംബന്ധിച്ച് ഇപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ വീട് ഇങ്ങനെ പോയി ഈ ഒരു 2 മുറി പള്ളിക്കെന്ന് വെച്ചാൽ എൻ്റെ അങ്ങോട്ടെല്ലാം പോയാൽ കിടക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഒരു 19ഓളം ട്രോഫി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ട്രോഫിയിൽ എൻ്റെ അടുത്ത് 4-5 ട്രോഫികൾ, ബാക്കി മുഴുവൻ ട്രോഫിയും പോയി, ദ്രവിച്ചു, എല്ലാം ഒടിഞ്ഞും പറഞ്ഞും എല്ലാം പോയി. ഒരു ട്രോഫി വെക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് ഡ്രസ്സ് വെക്കാനോ ഒരു അലമാരിയോ അല്ലെങ്കിൽ തുണി മാറാനായിട്ട് ഡ്രസ്സ് മാറാനായിട്ടൊരു റൂമോ അങ്ങനെയൊന്നും ആകപ്പാടെ ഈ 3 ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് ഞങ്ങൾ സന്തോഷിക്കുകയാണ്. ഇവിടെ സന്തോഷിക്കുന്നു, അവിടെ സന്തോഷിക്കുന്നു, അവിടെ സന്തോഷിക്കുന്നു, അവിടെ സന്തോഷിക്കുന്നു, അപ്പുറത്തേക്കും സന്തോഷിക്കുന്നു, പിന്നെ മൃഗങ്ങളെ എല്ലാം പൂച്ചനെയും പട്ടിനെയും എല്ലാം വിളിക്കുന്നു, എല്ലാവരും കൂടെ ആകപ്പാടെ. പക്ഷേ ഉള്ള സമയം ചിലപ്പോൾ നാളെ ഉണ്ടോയെന്ന് അറിയത്തില്ല, ഉള്ള സമയം അതെങ്ങനെയും സന്തോഷിക്കുക, മുന്നോട്ട് പോവുക. അത്ഭുതം തോന്നുന്നു. കാരണം എല്ലാം ഉള്ളവരും ഇല്ലാത്തത് എന്താണോ അതിനെപ്പറ്റി ഓർത്ത് ദുഃഖിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു കാലഘട്ടം അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു രീതിയാണ് കണ്ടിട്ടുള്ളത്. ആ ഒരു സമയത്ത് ഉള്ളതിൽ ഏറ്റവും തൃപ്തപ്പെട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഞാൻ പറഞ്ഞ പ്രഭാതോഷണം അതൊക്കെ ഒത്തിരി പേരെ ടച്ച് ചെയ്തു, ആകർഷിച്ചു. പിന്നെ ഇടയ്ക്കുള്ള ഈ പറഞ്ഞ നുണമത്സരം പോലുള്ള എല്ലാ വേദികളിലും അവസരം ഇല്ലെങ്കിൽ പോലും നമ്മളെ ഒന്ന് ചോദിച്ച് നമ്മൾ അവിടെ ആൾക്കാരെ ചിരിപ്പിക്കാൻ ചെല്ലാറുണ്ട്. ഒരു എന്റർടൈനർ എന്നുള്ളൊരു രീതിക്ക് മറ്റുള്ളവരെ സന്തോഷം അതിലും എനിക്ക് കാണാൻ പറ്റും. ഇപ്പം ഹോസ്പിറ്റലിൽ ചെയ്യുന്ന കാര്യമാണെങ്കിലും എല്ലാത്തിന്റെയും ബേസിക് അടിസ്ഥാനം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ. ആരെങ്കിലും രോഗികൾക്ക് രാത്രി കൂട്ടുകിടക്കാൻ ആളില്ലെങ്കിൽ വിളിച്ചാൽ ഞാൻ ചെല്ലും. ചേട്ടൻ എങ്ങനെ ഇത്ര സെൽഫ്ലെസ്, അതായത് നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും ഒക്കെ നമ്മുടെ സ്വന്തം കാര്യം ചിന്തിക്കും. നമ്മുടെ കാര്യം ഇത് നമ്മൾ ഇങ്ങനെ പോയാൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്താകും എന്നൊരു ചിന്ത എപ്പോഴെങ്കിലും ഒക്കെ വരാറുണ്ട്. ചേട്ടൻ എങ്ങനെ വരാം. പക്ഷെ അവിടെയും ഈ ഭാര്യയുടെ ഒരു പിന്തുണ ഭയങ്കരമായിരുന്നു. ഒരിക്കൽ പോലും എന്നോടൊരു പരാതിയോ പരിഭവമോ എന്നോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പോയേ ചെയ്യണം. അകത്ത് നിന്നുകൊണ്ട് തന്നെ പുറത്തേക്ക് വരാതെ അത് വലിയൊരു സന്തോഷം. വൈകുന്നേരം വന്നാൽ പോലും രാത്രി ആയാൽ പോലും ഒരു ഗ്ലാസ് ചായ തരുമെന്ന് നിങ്ങളുടെ വീഡിയോ വല്ലതും ഇറങ്ങിയോ അത് പിന്നെ ഇവരെല്ലാവരും വിളിച്ചെഴുന്നേൽപ്പിക്കുക. എത്ര രാത്രിയായാലും ഇവരെല്ലാവരും എഴുന്നേറ്റിട്ട് വട്ടത്തിരിക്കും. പിന്നെ പൂച്ചനെ എല്ലാം പോയി വിളിച്ചുകൊണ്ട് വരിക, മൃഗങ്ങളെല്ലാം ഉറങ്ങിയോ നോക്കുക. എല്ലാവരുടെയും ഉറക്കം കഴിഞ്ഞേച്ച് എല്ലാവരും പൂർണ്ണമായിട്ടും സുഖം അനുഭവിച്ച് ഉറങ്ങുന്നത് കണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉറങ്ങാറുള്ളൂ. ചേട്ടൻ്റെ ഉള്ളിലുള്ള വിഷമം അപ്പോൾ എങ്ങനെയാ തീർക്കുന്നത്? അല്ല, ചില സമയങ്ങളിൽ നമ്മൾ ഏകാന്തിരുന്ന് കരയാറുണ്ട്. ഞാൻ പലപ്പോഴും കരയാറുണ്ട്. കാരണം ആരും ഇല്ലാത്ത സമയങ്ങളിൽ ആരോടും പറയാറില്ല. ശൂന്യതയിൽ നമ്മൾ ഏകാന്തി പലപ്പോഴും അത് കുറച്ച് കരയുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടില്ല. അപ്പോൾ ആരും ഇല്ലാത്ത സമയത്ത് നമ്മൾ കുറേ എങ്കിൽ പോലും ഞാൻ അതിനകത്ത് നിന്ന് 1 മിനിറ്റ് പോലും കളയാറില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകളും തമാശകളും പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമാണ് നമ്മളിങ്ങനെ ഈ വേദിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചത്. ആ മനുഷ്യനിങ്ങനെ ആശുപത്രിയിൽ നിന്ന് ചെയ്തപ്പോൾ ഇങ്ങനെ എടുത്തിട്ടു ചെയ്യുമ്പോൾ 200 ഫോളോവേഴ്സും കണ്ടൊക്കെ ഇപ്പം 50-45 ഫോളോവേഴ്സും കണ്ടൊക്കെ കഴിഞ്ഞു തോന്നുന്നു. ഈ കഥയൊക്കെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ് കേൾക്കണേ. ഇവനും ഈ ചേട്ടന്മാരെ ആ വിളിയിലൂടെ ഒത്തിരി പേർക്ക് പ്രത്യേകിച്ച് ഈ മക്കളൊക്കെ വിദേശത്തുള്ള ചില മാതാപിതാക്കന്മാർക്കൊക്കെ പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഒന്ന് കേൾപ്പിക്കാവോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ. നമ്മുടെ ഒരു വാക്ക് ഒരു പുഞ്ചിരി ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ട ആയിക്കോട്ടെ എന്നുള്ളൊരു. അപ്പൊ ചേട്ടന്റെ മോനെ ഏറ്റവും മോൻ എന്താക്കണമെന്നാണ് ചേട്ടന്റെ ആഗ്രഹം? മോൻ ഇനി വലുതാവുമ്പോ അല്ലെങ്കിൽ അവൻ എന്തായാലും എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ അവന് നമ്മളെപ്പോലെ തന്നെ സമൂഹത്തിന് മാതൃകയായ ഒരാളാവണം. മറ്റുള്ളവർ കണ്ട ഇനിയാളുടെ മകനാണ്, പക്ഷേ അവൻ നല്ലൊരു മര്യാദക്കാരൻ പയ്യനാണല്ലോ, മിടുക്കനാണല്ലോ എന്നുള്ളൊരു അഭിപ്രായം സമൂഹ മധ്യത്തിൽ നിന്ന് കിട്ടാൻ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളോട്ട് മുന്നോട്ട് പോകണം. ബാക്കിയെല്ലാം ദൈവം നോക്കിക്കൊള്ളുമെന്ന് ഞാൻ പറഞ്ഞത്. നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. സ്കൂളിൽ പഠിത്തമൊക്കെ എങ്ങനെ പോകണം? കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിക്കെല്ലാം ചെയ്യുന്നൊക്കെ ഉണ്ടല്ലേ. എന്താ വലുതാകുമ്പോ അച്ഛന് ചെയ്തു കൊടുക്കുക ഏറ്റവും? അച്ഛനിപ്പോ എല്ലാരെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് അച്ഛൻ മുന്നിലുണ്ട്. അച്ഛൻ എങ്ങനെയാ ആൽബിനെ നോക്കാൻ പോണേ? പൊന്നുപോലെ നോക്കണം. അച്ഛൻ ഒരുപാട് പേര് നോക്കിയിട്ടുള്ളതാ. അപ്പോ അല്ലേ നമ്മൾ കുറച്ച് ഇമോഷണൽ സൈഡിലേക്ക് പോയി. ഞാൻ പെട്ടെന്ന് കരയുന്നു. ഞാൻ ഇപ്പൊ പെട്ടെന്ന് കരയുന്ന എനിക്ക് കേട്ടിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ചേട്ടാ. ചേട്ടൻ എങ്ങനെയാ ഇത്രയും? ഓക്കെ, നമുക്ക്
നമുക്ക് കുറച്ച് എന്റർടൈൻമെന്റിലേക്ക് പോവാം. ചേട്ടൻ നുണക്കഥ പറയുമല്ലോ, എനിക്കൊരു നുണക്കഥ പറഞ്ഞു തന്നെ. ലൈവായിട്ട് നമുക്ക് നുണക്കഥ കണ്ടാലോ പപ്പയുടെ? ഓക്കെ. 1925 ഒക്ടോബർ മാസം 15-ാം തീയതി എഡ്യൂക്കേഷൻ സാധ്യക്കേഷൻ വെരിക്കേഷൻ എന്ന സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അമേരിക്ക എന്ന് പറയുന്നൊരു കൊച്ചു ഗ്രാമം സന്ദർശിക്കുവാൻ ഈ എളിയവന് ഭാഗ്യമുണ്ടായി. തിരുവനന്തപുരത്ത് നിന്ന് കൃത്യം 10:30 എയർ ഇന്ത്യയുടെ വിമാനത്തിൽ കയറി ഞാൻ ആകാശത്ത് വെച്ച് കൊച്ചിൻ എക്സ്പ്രസ് ചാടി കയറി. കൃത്യം 1 മണിക്ക് തന്നെ ഞാൻ അമേരിക്ക എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലെത്തി. ഏതാണ്ട് 12.5 ഏക്കർ സ്ഥലത്ത് ഒതുങ്ങിക്കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് ഈ അമേരിക്ക എന്ന് പറയുക. അവിടെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മലയാളിയുടെ 1 ഏക്കർ റബ്ബർ തോട്ടവും 2.5 ഏക്കർ കുരുമുളക് തോട്ടവുമാണ്. ഞാൻ അവിടെ ചെന്ന് റബ്ബർ തൈ ചൂട് പ്ലാറ്റ്ഫോം വെട്ടിയപ്പോൾ എൻ്റെ ശരീരം വേർപ്പുചാല കുളിച്ചപ്പോൾ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഒബാമയുടെ ഭാര്യ കുറച്ചേരം എന്നെ പറഞ്ഞ് ബിജു സാജിക്കൽ ഓഫ് ദ ഐ ലവ് യു എന്ന് രോമാഞ്ച കുഞ്ചകത്താൽ ഞാനൊന്ന് പൊങ്ങിച്ചാടി. കേരളത്തിൽ ഒരു പെണ്ണ് പോലും പറയാൻ പറ്റാത്ത വാക്ക് ഒരു മുൻ പ്രസിഡന്റിൻ്റെ ഭാര്യ എന്നെ നോക്കി പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായി. അമേരിക്കയിൽ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് നയാഗര വെള്ളച്ചാട്ടം എന്ന് പറയും. അതിൻ്റെ നടുക്ക് സന്തൂർ സോപ്പ് തേച്ച് നിന്നപ്പോൾ ഒരു മാതാമ്മ എന്നോട് ചോദിച്ചു, എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാണ് പഠിക്കുന്നതെന്ന്. അമേരിക്കയിലെ ഏറ്റവും വലിയ പട്ടണമാണ് ന്യൂയോർക്ക് എന്ന് പറയുക. അതിന് മണ്ടേ കയറിയപ്പോൾ തിരുവനന്തപുരം പാളയംപള്ളിയുടെ കുരിശ് കാണാൻ പറ്റിയതും എനിക്ക് മറക്കാനാവാത്ത സംഭവമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ബിജു വഹിച്ച പങ്കിനെക്കുറിച്ച് അമേരിക്കൻ ജനതയോട് പറയാമോ എന്ന് ഒബാമ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 1920-28 കാലഘട്ടങ്ങളാണെന്ന് തോന്നുന്നു. ഞാനും മഹാത്മാഗാന്ധി, സർദാർ വല്ലഭായ് പട്ടേലും സോണിയാഗാന്ധി ഡൽഹിയിലെ KK റൂട്ടിലൂടെ നടന്നു പോകുകയായിരുന്നു. പെട്ടെന്നൊരു ബ്രിട്ടീഷുകാരൻ ഗാന്ധിജിനെ വെടിവെക്കാൻ വന്നെങ്കിലും ഗാന്ധിജിനെ മാറ്റി ആ ഉണ്ട ഞാൻ എൻ്റെ കാലിൽ ഏൽക്കുകയാണ് ചെയ്തത്. അല്ലെ പണ്ടേ ഗാന്ധിജി നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കാൻ നേരത്തെ ഡോക്ടർ അംബേദ്കർ നെഹ്റുവിനോട് ചോദിച്ചു, എന്നെ സഹായിക്കാനുള്ള ചെറുപ്പക്കാരനെ ആവശ്യമാണല്ലോ എന്ന്. ജവഹർലാൽ നെഹ്റു പറഞ്ഞാൽ എന്തുകൊണ്ട് യോഗ്യൻ കോട്ടയം ജില്ലക്കാരനായി ബിജു എന്നൊരു യുവാവാണെന്ന്. അങ്ങനെ ഞാൻ ഡോക്ടർ BR അംബേദ്കറുടെ ഇന്ത്യൻ പാർലമെന്റിൽ കയറി 18 വയസ്സുകാർക്ക് വോട്ട് കൊടുക്കണമെന്ന് ഞാൻ ശക്തമായിട്ട് വാദിക്കുകയും അദ്ദേഹം അത് ഭരണഘടനയിൽ എഴുതി ചേർക്കുകയും ചെയ്തു. 1917 മഹാത്മാഗാന്ധി കൽക്കട്ടയിൽ വിളിച്ച വട്ടമേശ സമ്മേളനത്തിൽ വട്ടമേശ കിട്ടാഞ്ഞിട്ട് കോട്ടയത്തിനടുത്ത് കഞ്ഞിക്കുഴി പോയി വട്ടമേശ എടുത്ത് കൊടുത്തും എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത സംഭവമാണ്. അമേരിക്കൻ ജനത ഇംഗ്ലീഷ് അഭിസംബോധന ചെയ്യാമെന്ന് ഒബാമ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എഡ്യൂക്കേഷൻ ഒരിക്കലും അമേരിക്ക ടുഡേ ഓഫ് ദി ഈരാറ്റോടെ എബ്ലിക്കുള്ള എഡ്യൂക്കേഷൻ ഓഫ് ദ പാല എന്ന്. എൻ്റെ പ്രസംഗം കേട്ട് അമേരിക്കക്കാർ അവരുടെ ദേശീയപതാക ഉയർത്തി ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷത്തിന് അതിലായിരുന്നു. തിരിച്ച് കേരളത്തിൽ വന്ന് ഞാൻ റബ്ബർ വെട്ടിൽ പാല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റും വീട് തെറിപ്പിൽ ആലുവ FSCT ഞാൻ MHD കുമ്മച്ചേരി പച്ചടി ബിരുദം നേടി ഞാൻ ലണ്ടൻ എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമത്തിൽ അമേരിക്കൻ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പറഞ്ഞു കൊടുക്കാനായി പോയി. ഒരു ഉച്ച സമയം ലണ്ടനിലെ കോൾഡ് സ്റ്റോറേജിൽ നിന്ന് കാക്കിലോ തക്കാളിക്കപ്പോഴും 1 കിലോ വെണ്ടക്കായും മേടിച്ച് പോകുമ്പോൾ ഒരു പെൺകുട്ടി എന്നെ കയറി മുട്ടി. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല, ഇത് കേരളമല്ല ലണ്ടനാണ്. എങ്കിലും അവളുടെ 14 പല്ലുകൾ എന്നെ ആകർഷിച്ചു. രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ആ പല്ലുകൾ സ്വപ്നം കണ്ടു. പക്ഷേ ഞാൻ ഓർത്തു, ഞാനിവിടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനാണല്ലോ വന്നതെന്ന്. പിറ്റേ ദിവസം ഉച്ച സമയം ഞാൻ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പെൺകുട്ടി കാറിക്കൊണ്ട് വന്നു, എനിക്ക് ബിജുവിനെ കാണണം. പ്രിൻസിപ്പൾ പറഞ്ഞു, കുട്ടി അദ്ദേഹം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയല്ലേ. പക്ഷേ അവളുടെ കാർച്ചി ഒച്ചത്തലേ. ഇത് കേട്ട ഞാൻ 1ാമത്തെ നിലയിൽ ചാടി താഴത്തെ നിലയിലെത്തി. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പെൺകുട്ടിയോട് ഞാൻ ഐസക് ന്യൂട്ടന്റെ സിദ്ധാന്തം പറഞ്ഞു. ഉടനെ അവൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ബിജു നീ എന്നെ ഉപേക്ഷിക്കരുത്, ഞാനാണ് ഡയാന രാജകുമാരി എന്ന്. എനിക്കുണ്ടായ സന്തോഷത്തെ അതിരിലായിരുന്നു. ഡയാന എന്നെ പ്രേമിക്കൂ. പിന്നെ ഞാനും ഡയാനയെ ലണ്ടനിലൂടെ പാറി നടന്നു. ഞാൻ എഴുതിയ പുസ്തകമായ അനീതിപ്പുറവ് 4 കെട്ട് 6-ാം തമ്പുരാൻ ചന്ദ്രലേഖ അവിടെ എല്ലാവരും വായിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷമുണ്ടായി. ഒരിക്കൽ അവൾ എൻ്റെ മാറിച്ചാരി എന്ന് പറഞ്ഞ്, ബിജു നീ എനിക്ക് വേണ്ടി പാട്ട് എഴുതാമോ എന്ന്. ഉടനെ റെയ്നോൾസിന്റെ പേന എടുത്ത് ഞാൻ എഴുതി, ഓ പ്രിയേ എൻ പ്രാണനിൽ ഒഴുകും ഗാനമെന്ന്. ഡയാനെ ഞാൻ മലയാളം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. എൻ്റെ കർളയെന്ന് വിളിച്ചപ്പോൾ മലയാളത്തിൽ അവളെ എൻ്റെ പതപ്പേ എന്ന് പറഞ്ഞത് എനിക്ക് മറക്കാനാവാത്ത സംഭവമാണ്. ഒരിക്കൽ ഡയാന എന്നോട് ചോദിച്ചു, ബിജു നീ എലിസബത്ത് രാജയുടെ കൊട്ടാരം കാണാൻ വരുമോന്ന്. ഞാൻ ചെന്ന് 2 കുളിമുറിയും ഒരു കക്കൂസും ഒരു സിറ്റൗട്ടും മടങ്ങുന്നതാണ് എലിസബത്ത് രാജയുടെ കൊട്ടാരം എന്ന് പറയുക. രാജ്ഞി എന്നെ കണ്ടോടെ മലയാളത്തിൽ പൊട്ടിക്കരഞ്ഞു, ഞാൻ ഇംഗ്ലീഷിലും കരഞ്ഞു. തിരിച്ച് ഞാൻ കോട്ടയത്ത് വന്നപ്പോഴാണ് ഡയാനയുടെ മരണം എന്നെ അലട്ടിയത്. പാലായിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷയും പിടിച്ച് ഞാൻ ലണ്ടനിലെത്തി. എന്നെ കണ്ടപാടെ ബ്രിട്ടീഷുകാർ വിളിച്ചു പറഞ്ഞു, ബിജു രാജകുമാരൻ നീണാൾ വാഴട്ടെ, ബിജു രാജകുമാരൻ വിജയിക്കട്ടെ എന്ന്. പക്ഷേ എൻ്റെ മനസ്സിൽ എൻ്റെ ഡയാനയുടെ ശവം മാത്രമായിരുന്നു. 500 പോലീസുകാരും 800 പട്ടാളക്കാരുടെ നടുവിൽ ഞാൻ ദുഃഖത്തോടെ നിന്നു. ബ്രിട്ടീഷുകാർ അവരുടെ മരണപ്പാട്ട് പാടി മുക്കാപ്പുല മുക്കാപ്പുല ഓ ലൈല ഓ ലൈല എന്ന്. എൻ്റെ ഡയാനയുടെ പ്രേമം ആസ്പദമാക്കി ഞാൻ 3 ആത്മകഥ എഴുതി. അതിൻ്റെ പേരാണ് മണമുള്ള റബ്ബർ ചണ്ടി, മൊസൈക്ക് ഇൻ ദ മാർബിൾ ഇൻ ദ മെറ്റക്കുൽസർ. മുൻ പ്രധാനമന്ത്രി ശ്രീ ദേവപുട, ശ്രീ വാജ്പേയി, ശ്രീ ഗുജറാത്ത് എൻ്റെ ആത്മകഥ വായിക്കുകയും എന്നെ അനുശോചനം അറിയിക്കുകയും ചെയ്തു. നന്ദി. ഇതെങ്ങനെ ഒറ്റ ശ്വാസം സ്ഥലപ്പേരും ഇങ്ങനെ നമ്മളിങ്ങനെ. പക്ഷെ ഈ തടവുകാർക്കൊക്കെ ഇതൊരു ഭയങ്കര ജയിലിൽ കിടക്കുന്നവർക്കൊക്കെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കുക. സ്ഥലപ്പേര് ഓരോ ദിവസം ചെല്ലുന്നവർ നമ്മൾ 10 വെച്ച് കൂട്ടി ഉണ്ടാവും. മോള് വന്നിട്ടുണ്ട് സ്കൂളിൽ. ഞാൻ ചോദിക്കാതിരിക്കുന്നു, മോൾക്ക് താല്പര്യമില്ല വീഡിയോസ് വന്നിരിക്കും പറയുകയൊക്കെ ചെയ്യും. ഒന്നിങ്ങോട്ട് വരുവോ? മോളും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അപ്പുവും
സോഷ്യൽ മീഡിയ സ്റ്റാർ ആണ് ഇപ്പൊ അപ്പു അല്ലേ? അതെ അതെ അപ്പുവിനെ അന്വേഷിക്കുന്ന കുറെ കമന്റ്സ് ഒക്കെ കണ്ടായിരുന്നു അതെ, അല്ലേ? അപ്പുവിനെ അപ്പുവിനെ കണ്ടില്ലെങ്കിൽ ഇപ്പൊ ആളുകൾക്ക് വിഷമമാണ്. അറിയോ നിനക്ക് ഇതുവല്ലോ നീ ഭയങ്കര സ്റ്റാർ ആണെന്ന്? പറയൂടാ. ഹലോ ഹലോ. അപ്പൊ കുറച്ച് സ്കൂളിലായിരുന്നു അല്ലേ? അതെ. ഇപ്പൊ എത്രയിലാ പഠിക്കണേ? +1. +1. നമുക്ക് വീഡിയോസിലൊന്നും കാണുന്നില്ലല്ലോ, എന്താ കാര്യം? ഇഷ്ടമല്ല വീഡിയോസ്. ഇഷ്ടല്ല, വരാൻ താല്പര്യമില്ലാത്തോണ്ടാണ്? ഇല്ല. താല്പര്യമില്ല. പഠിത്തമൊക്കെയാണ്. പപ്പ കുറെ മിമിക്രി ഒക്കെ ചെയ്യുമല്ലോ, കാണിക്കാറുണ്ടോ ഇവിടെ? ഇടയ്ക്കൊക്കെ കാണിക്കാറുണ്ട്. എന്താ ഇപ്പം വീഡിയോസ് ഒക്കെ ചെയ്ത് പപ്പയും നമ്മുടെ ആൽബിക്കുഞ്ഞും ഭയങ്കര സ്റ്റാർസ് ആയി. സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ചോദിക്കാറുണ്ട്. എന്താ എല്ലാവരും ഫ്രണ്ട്സിന്റെ ഒക്കെ അഭിപ്രായം എന്താ? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ഒക്കെ. സ്കൂളിലൊക്കെ എല്ലാവരും എന്താ പറയാറ്? ഭയങ്കര ഇഷ്ടമാണ് പപ്പായാലീന്. അപ്പം എന്താ വീഡിയോസിൽ ജോയിൻ ചെയ്യാത്തെന്ന് ചോദിക്കാറുണ്ടോ ഫ്രണ്ട്സ് ഒക്കെ? ഉണ്ടോ? തീരെ താല്പര്യമില്ല? ഇല്ല. സോഷ്യൽ മീഡിയ വേണ്ട, പഠിത്തം മാത്രം മതി. എന്താ ഇടയ്ക്ക് വിളിക്കാൻ വരും. ഞങ്ങള് 4 പേര് കൂടിയുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. ബാക്കിൽ ഇങ്ങനെ ഒരു താല്പര്യമില്ല, നല്ല രസമല്ലേ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഒക്കെ ചെയ്യാൻ? അതെ. എന്താ ഇഷ്ടമില്ലാത്ത കാര്യം? എന്താ ഇഷ്ടമല്ല? എന്താണെന്ന് ആഗ്രഹം വലുതാവുമ്പോ? ടീച്ചർ. ഇപ്പോഴേ ടീച്ചർ എന്നുള്ളൊരു സംഭവത്തിന് വേണ്ടിട്ട് പ്രയത്നിക്കുകയാണല്ലേ? അത് മാത്രമാണ് ലക്ഷ്യം. ചേട്ടന്റെ മിമിക്രിയും ഇത് രണ്ടുപേർക്കും താല്പര്യമില്ലല്ലോ ചേട്ടാ? പക്ഷെ ഞാൻ കണ്ടിട്ട് ഏറ്റവും നല്ല പോയിന്റും ചേട്ടൻ അവരെ നിർബന്ധിക്കുന്നില്ല, അവർക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടപ്പെട്ടോട്ടെ എന്ന് പറയുന്നത്. നല്ല സപ്പോർട്ടിങ് ഉണ്ട്. അപ്പം ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടായത്? പണ്ട് പറയുമല്ലോ നമുക്ക് പറ്റാത്ത നമ്മുടെ മക്കളിലൂടെ സാധിക്കണം എന്ന് പറയുമായിരുന്നു. ചേട്ടൻ അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ടോ? അങ്ങനെ ഒരു അവരുടെ ഏത് ആഗ്രഹമാണോ അത്. കഷ്ടപ്പാടും ദാരിദ്ര്യം എന്നാന്ന് ഇവരെ തിരിച്ചറിയണമെന്നൊരു ആഗ്രഹം ഉണ്ട്. അതാണ് രീതിയിൽ ഇവർ മുന്നോട്ട് പോകുന്നേ. അപ്പോ നമ്മള് കൊറേ സംസാരിച്ചു അല്ലേ ചേട്ടന്റെ? എനിക്ക് തോന്നുന്നു ചേട്ടന്റെ സോഷ്യൽ മീഡിയയിൽ കാണാത്ത ഒരു മുഖമാണ് ഇപ്പൊ പ്രേക്ഷകർ കാണാൻ പോകുന്നത് അല്ലേ? അത് ഒരു മാറ്റമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പേഴ്സണലി ഈ ഇന്റർവ്യൂ കൊണ്ട്. കാരണം ചേട്ടന് എന്തെങ്കിലും പറഞ്ഞ പോലത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് നമുക്ക് സോൾവ് ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ചേട്ടൻ എന്താണ് ശരിക്കും ഇപ്പൊ എപ്പോഴും ചേട്ടൻ പറയുന്നത് പോലെ സന്തോഷായിരിക്കുക, എന്താണ് ശരിക്കും പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് അത് തന്നെ ഞാൻ എപ്പോഴും പറയുള്ളൂ, ജീവിതം ചെറുതാണ്, വളരെ സുന്ദരമാക്കണം, എപ്പോഴും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണം. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കണം. അവിടെ ദുഃഖത്തിനോ നിരാശയ്ക്കോ ഒന്നിനും ഒരവസരവും ഇല്ല. നമ്മളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും. ഞങ്ങൾ 3 പേരും എല്ലാവരും, ഞാനും ഭാര്യയും പിള്ളേരും, ഞങ്ങളെപ്പോഴും ഹാപ്പിയാണ്. പല പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ പോകാൻ പറയും. പക്ഷേ നമ്മൾ കാണുമ്പോൾ നമ്മൾ സന്തോഷവാനാണ്. ഞങ്ങളുടെ സന്തോഷം നിങ്ങളിലും എപ്പോഴും ഉണ്ടാവണം. കണ്ടുമുട്ടുമ്പോൾ എവിടെയെങ്കിലും കാണുമ്പോൾ പരിചയപ്പെടണം, ഞങ്ങളെ പരിചയപ്പെടണം. ഞങ്ങൾക്ക് നിങ്ങളെ കാണാനും ഒക്കെ ഇനിയും താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ കൊച്ചു കുടുംബത്തിൽ സന്തോഷങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ഞങ്ങളുണ്ടാവും. നന്ദി. താങ്ക് യു സോ മച്ച്.